ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ പാസ്ത സക്സസ് ആയതുകൊണ്ട് ഞാൻ അടുത്തൊരു അറ്റംപ്റ്റുമായി വന്നേക്കുവാണ്. ചെമ്മീൻ പുലാവ്. ഇന്നലെ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീനു. സോ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഈ ഒരു കുക്കറാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കിലോ ബസ്മതി അരി ഞാൻ കഴുകി ഊറ്റി റെഡിയാക്കി വെച്ചേക്കുന്നതാണിത്. ഈ ഒരു പാത്രത്തിലാണ് ബസ്മതി അരി ഞാൻ അളന്നത്. അതുകൊണ്ട് തന്നെ അതേ പാത്രത്തിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം എടുത്തിട്ട് കുക്കറിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ബേ ലീഫ് ഇട്ടു, പട്ട ഇട്ടു, 2 ഗ്രാമ്പൂ ഇട്ടു, അതുപോലെ തന്നെ 2 ഏലക്കയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. നമ്മൾ കഴുകി വെച്ച റൈസ് ഒന്നാകെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. ഇനി നമുക്ക് ചെമ്മീൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഡാൽഡ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി റെഡിയാക്കിയിട്ട് അതും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു ഗ്യാപ്പിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ തീ കൂട്ടി വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. പക്ഷേ കുഴപ്പമില്ല, ഞാനത് അപ്പം തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ അധികം കരിയാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റി. ഇനി വീണ്ടും പാൻ ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ടൊന്ന് സോർട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാം. ഇനി മിക്സിങ്ങിനായിട്ട് നമുക്ക് നേരത്തെ ബാക്കി വന്ന നെയ്യ് ഒഴിച്ചിട്ട് റൈസും ചെമ്മീൻ റോസ്റ്റും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് ഒന്നാകെ മിക്സ് ചെയ്തെടുക്കാം. അതിന് കൂടെ ഞാൻ കുറച്ച് തൈര് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറെടുത്തു, പപ്പടമുണ്ട്, ചമ്മന്തിയുണ്ട്, മാങ്ങാച്ചാറുണ്ട്, തൈരുണ്ട് ആൻഡ് പുലാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കി നോക്കുകയല്ലേ?